ഇതിനുള്ളിൽ എങ്ങനെ കിടക്കും? ഇന്ന് ഞാനൊരു നിയോഗം പോലെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി കേട്ടോ. ജീവിതത്തിൽ കൃഷി ഒരു വ്രതമായി സ്വീകരിച്ച മനുഷ്യനാട്ടോ അദ്ദേഹം. കൃഷിയുടെ പര്യായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് വേണമെങ്കിൽ എഴുതി ചേർക്കാം. എത്രയും വർഷമായിട്ട് കൃഷിയല്ലാതെ അയാളുടെ ജീവിതത്തിൽ വേറൊന്നില്ല. പേരെങ്ങനെ? എൻ്റെ പേര് എലുമ്പാന്ന്. എലുമ്പ. എത്ര വയസ്സായി? എനിക്ക് 80 വയസ്സായി. 80 വയസ്സായിട്ടും വിശ്രമമില്ല. നമുക്ക് ഇതല്ലേ ഉള്ളൂ ജീവിതം. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഞാൻ കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയതായി കൃഷിയൊക്കെ. പൊണത്തിൻ്റെയും അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ. അതല്ല, ഇപ്പൊ പിന്നെ അവരാരും ഇല്ല. പക്ഷെ നമുക്ക് ഉറക്കം വരികയല്ല ഇത് എടുക്കാൻ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരുപോലെയാ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ. അതുകൊണ്ടാ. ചെറുപ്പത്തിലേ ഇവിടെ ആയിരുന്നു താമസം? മുണ്ടമാണി തന്നെ? അല്ല, എന്റെ വളാല് പഞ്ചായത്തിന്റെയാ. അവിടെ എനിക്ക് തറവാട് വീടുണ്ട്. എവിടെയാ? അത് കല്ലഞ്ചര കമലപ്പിലാവും. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് 40-45 വർഷത്തിന്റെ അടുത്തായി. അന്നേരം ഉണ്ട് കൃഷി? അന്നേരമില്ല. മുമ്പ് പിന്നെ പൊണക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. നെല്ല്. അത് വിത്ത് ഗുണമില്ല. നമുക്കെല്ലാം കൃഷി ചെയ്യുമ്പോ വിത്ത് ഗുണം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അച്ഛനെല്ലാം ഉണ്ടാകുമ്പോ ചെറുപ്പത്തിലേ ചെയ്യും പണിക്ക്. ഇപ്പൊ മെയിൻ കപ്പയും ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ. വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാട്ടിയിട്ട് കൊടുക്കും? ഇത് അടുത്ത ഈ മകരമാസം അങ്ങോട്ടാകുമ്പോ ബാക്കി എല്ലായിടത്തും കൊടുക്കും. അത് ഈ കുറുപ്പില്ലെല്ലാം ഇട്ടിട്ടേ ദുബൈയിൽ നിന്നെല്ലാം ആള് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമല്ല, അതിന് മുന്നേ ഇവിടെ കപ്പ ഉണ്ടാകുമ്പോ കപ്പ കംപ്ലീറ്റ് പോയി. വാട്ടിട്ട് തന്നെ വിറ്റു. വാട്ടിട്ടുണ്ട്. ഇതിപ്പോ 2000 ചൂടല്ലേ? ഇത് 2000 ചൂട്. പിന്നെ കഴിഞ്ഞോടെല്ലാം കർക്കിടക കപ്പ ഉണ്ടായിരുന്നു. പന്നി ശല്യം കൊണ്ടാപ്പാ. പന്നിനെ ഇപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ ഓടിക്കുന്ന? പന്നിനെ ഓടിക്കുന്ന പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ വർഷം നമുക്ക് കപ്പ കുറെ കളഞ്ഞിട്ടു. പിന്നെ അത് എനിക്ക് സർക്കാരിന് കിട്ടിയ അത്രയേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോ വലിയ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർ കാട് വളർത്തുന്നതുകൊണ്ട് കൃഷിക്കാർക്ക് മോശമാണ്. അതിപ്പോ പഞ്ചായത്തിലെല്ലാം പറഞ്ഞിട്ട് ഇതുവരെക്കും അവർ തെളിച്ചിട്ടില്ല. ഇതൊക്കെ തെളിക്കാൻ വേണ്ടി പറഞ്ഞതാ. കാട് കയറുമ്പോ പന്നി വരും. അയ്യോ, ഒന്നും പറയണ്ട. കൃഷിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാ. മലമുകളിലുള്ള എല്ലാരും ഇപ്പൊ കൃഷി ചെയ്യുന്നില്ലല്ലോ. ഇല്ലില്ല. അത് ചില ആൾക്കാരും മടിച്ചിട്ടാ പണിയെടുക്കാത്തത്. അതിനോട് മെനക്കെടാൻ പറ്റില്ല. രാവിലെ ഇറങ്ങിയിട്ട് മഴയൊന്നും നോക്കാതെ കൃഷി ചെയ്യുമ്പോ നമ്മ എടുക്കണ്ടേ? അത് എടുക്കാണ്. ഇത് ഇപ്പൊ ഇങ്ങനെയല്ല ഉണ്ട്. ഇന്നാൾ കാട് തീർന്നതേ ഉള്ളൂ. കൃഷിപ്പണിയാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. അതെ. ഞങ്ങള് തീയും വെയിലൊന്നും കൊണ്ടിട്ട് അതുപോലെ എടുക്കും. വെയിൽ കൊണ്ടാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെയിൽ കൊള്ളാൻ പാടില്ല. ഞങ്ങൾ കൊള്ളു. ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ അതുപോലെയാ നമ്മുടെ മനസ്സാ. കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. എങ്ങനെ ജീവിക്കാം. എന്നിട്ട് എല്ലാരും പറയാ ഇയാള് എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാര്യം നടക്കും. ചേട്ടൻ ഈ കാലത്ത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊരു വലിയ മാതൃക തന്നെയാണ്. ഇപ്പൊ എല്ലാവർക്കും മടിയല്ലേ പണിയെടുക്കാൻ? അയ്യോ, പറമ്പിൽ പണിയെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഈ എല്ലാവർക്കും പേടിയായിരുന്നു. നമുക്കൊന്നും പേടിയില്ല. ഈ കാട്ട് കടന്നിട്ട് അതേ ഭരിക്കുമായി. പിന്നെ എന്തുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ കിടക്കും രാത്രിക്ക്. അങ്ങനെ തന്നെ ഇതാണ്. ഇങ്ങനെ ഞങ്ങൾ പിടിച്ചു കെട്ടിയത്. ഞങ്ങൾക്കിവിടെ വന്ന് ഇടയ്ക്ക് നിൽക്കാമല്ലോ. ഇതിനുള്ളിൽ എങ്ങനെ കിടക്കും? കിടക്കാനാ? അതിൻ്റെ ഉള്ളിൽ നല്ല സുഖമുണ്ട്. അതല്ലേ? എങ്ങനെ? ഞാൻ കയറി നോക്കട്ടെ? ആയിക്കോട്ടെ. ഇല്ല, തീ കൂട്ടുമല്ലേ? അപ്പൊ വിറക് ഉണങ്ങാൻ വേണ്ടിട്ടാ. അപ്പൊ എന്ത് വിരിച്ച് കിടക്കും? ആ കൊണ്ടുവരും അല്ലേ? പായ നിലാനെ കൊണ്ടുവന്ന് വിരിക്കും. ഇതിവിടെ തീയിടാൻ വേണ്ടിട്ട് വിറക് വെച്ചതാ. ഭക്ഷണം നിങ്ങൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്യുമോ? അപ്പം ഞങ്ങൾ ഏത് കാട്ടിൽ കിടക്കും. യാതൊരു പേടിയില്ല. ഇത് പേടിക്കാനാ?
എപ്പോഴായാലും പോവും. അതന്നെ. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നോ അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങൾ ആ കുന്നിനുണ്ടായിരുന്നു, അവിടെ പാറയൊക്കെ കൊത്തി തെളിച്ച്, അവിടെ പാമ്പൊക്കെ സ്ഥിരമുള്ളതാ. പാമ്പ് ഒന്നും പറയണ്ട, ആ കാട്ടിൽ ഞാൻ കടന്നിട്ടുണ്ട്. ഒറ്റക്കന്ന്. അത് പിന്നെ കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് ഈ കപ്പ വീട്ടിൽ വരാൻ പറ്റിയല്ലോ, ഇവിടുത്തെ പോലെയല്ല. ഇവിടെ കുരങ്ങ് അങ്ങനെ കുറച്ച് കുറവല്ലേ. ആ കുഞ്ഞിന് ഭയങ്കരമാണ്. ഒരു പാറയൊക്കെ കാണുന്നില്ലേ നമ്മള് താഴെ നിന്ന് നോക്കുമ്പോൾ, അവിടെ എല്ലാ വർഷവും കൃഷി ചെയ്യും. എല്ലാ വർഷവും അടുത്തതിൽ നെൽകൃഷി ചെയ്യണമെന്നുണ്ട്. വിത്ത് ഒന്നും സംഘടിപ്പിക്കണം. ഞങ്ങൾ കാർഷിക കോളേജിൽ പോയി, അപ്പോൾ വിത്ത് കിട്ടിയില്ല. വിത്തില്ല. പണ്ടെല്ലാം ഞങ്ങൾ കൃഷി കണ്ടു. ഇപ്പോൾ ഈ കൃഷി പോയതിന് ശേഷം നാടേ പോയില്ലേ, ഐശ്വര്യ പോയി, നാടിൻ്റെ ഐശ്വര്യ പോയി. കൃഷിയായിരുന്നു അന്നത്തെ ഐശ്വര്യം. എവിടെ നോക്കിയാലും കൃഷിയാ. അത് നല്ലൊരു എല്ലായിടത്തും കാട് പിടിച്ച് കിടക്കും. അയ്യോ, അന്ന് കാടൊന്നും ഉണ്ടാവില്ല. കാട് ഈ മലയും കൊത്തും ആ മലയും കൊത്തും എല്ലാം ഓരോരുത്തരുടെ പൊൻകൃഷിയാണ്. പണ്ട് അപ്പൊ നിങ്ങൾ പൊനംകൃഷിക്ക് നമ്മളെ കൊന്നക്കടക്കെല്ലാം വന്നിട്ടുണ്ട്. കൊന്നക്കടൊക്കെ പണ്ട് പൊനംകൃഷി പണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് നമ്മുടെ തൃശ്ശൂർ കമ്പനി ഉണ്ടായിരുന്നു, തൃശ്ശൂർക്കാരെ കമ്പനി ഇല്ലേ, കോപ്പലർ. അവിടെ പണിയെടുക്കുമ്പോൾ കൃഷി ഉണ്ടായിരുന്നു, അവരൊന്നിച്ചുണ്ടായിരുന്നു കൃഷിക്ക്. അത് അവിടെ എല്ലാം ഉണ്ടായിരുന്നില്ല, കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ കാപ്പിയെല്ലാം, ഏലം ഉണ്ട്, കാപ്പി ഉണ്ട്. 500 പണിക്കാരില്ലായിരുന്നു? 500 അയ്യോ, 500 പണിക്കാർ ഞങ്ങൾ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു, കുണ്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. കുണ്ടുപള്ളി ആൾക്കാരെ അങ്ങോളുണ്ട് കാപ്പിത്തോട്ടം. ഞങ്ങൾ തന്നെ കാപ്പിത്തോട്ടവും കാപ്പി പറിക്കലും ഏലം പറിക്കല് എല്ലാ പണി ഞങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമരം ഉണ്ടായിരുന്നല്ലോ, ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിനെല്ലാം ഞാനുണ്ട്. കുറെയൊക്കെ അടി കിട്ടി പോലീസിന്റെ. CRP വന്നിട്ടുണ്ട്. ഈ കൃഷി പോയതിനോട് പോയിന്ന് ബസ് പോയി, നാടിൻ്റെ ഒരു ഐശ്വര്യം പോയി. അതാരും അറിയുന്നില്ല, ശരിക്കറിയുന്നില്ല. പോപ്പലയുടെ കഥ പറഞ്ഞ് കുറേ ഉണ്ട്. ഇപ്പം നമ്മളെല്ലാം ആദ്യക്കെല്ലാം ഓടി, പിന്നെ ഓടിയില്ല. പോലീസ് വരുമ്പോൾ നെഞ്ഞും പിടിച്ച് നിന്നു. അതിനൊന്നും പേടിച്ചിട്ടൊന്നുമില്ല. ഓരോന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊക്കെ. എന്തായാലും അന്ന് അവിടെ പൂട്ടിയാൽ നിങ്ങൾ കൃഷി കിട്ടില്ല. അന്നും ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ. അത് ഇറങ്ങിയ ഉടനെ കൃഷിയുടെ പണിക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മളെ അന്ന് ജമ്മിത്തമൊന്നും എടുത്തു കളഞ്ഞില്ലല്ലോ, അന്നൊക്കെ ജമ്മിത്തം ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് നമുക്ക് ഏടെ നോക്കിയാലും കൃഷിയാ, പൊൻകൃഷിയാ. അന്ന് പിന്നെ അവരെ കൂടുതൽ അവർ ഈ കൃഷി ചെയ്തിട്ടാണല്ലോ 10 പണിക്കാരും വെച്ചിട്ട് വലിയ സമ്പാദിച്ച് കൂട്ടിയത്. ഓരോരുത്തർ ജമ്മിമാരെ ഈ സ്ഥലമൊക്കെ പിടിച്ചെടുത്തതും 10, 15 ഏക്കർ, 20 ഏക്കർ, 30 ഏക്കർ ഓരോരുത്തരുണ്ട്. പക്ഷെ അത് ഈ പണിക്കാരെ കൊണ്ട് കിട്ടിയതല്ലേ. കൂലി ഉണ്ടോ അതോ എന്ത് കൂലിയാ? നെല്ല് 4 നെല്ല്, ഒരിടം കഴിഞ്ഞ് നെല്ല് തരും, അത്രയേ ഉള്ളൂ. അത് രാത്രി കൊണ്ടുപോയി കുത്തി പച്ചക്കന്നെ കുത്തി കഞ്ഞി വെച്ച് കുടിക്കാനായിരുന്നു പണി. ഞങ്ങൾക്ക് അത് നല്ല നമ്മളെ അച്ഛനമ്മയൊക്കെ അന്നത്തെ അത് മതി. വൈകിട്ട് 4 മണി വരെ ഒന്നും വേണ്ട, അതന്നെ. വേറെ ഭക്ഷണമൊന്നുമില്ല. അത്രേ അന്ന് കപ്പയൊക്കെ ഉണ്ടാവും, കിഴങ്ങ് വർഗവും ഉണ്ട്. കാറ്റില് നെല്ല് സ്വന്തം കുത്തുക, സ്വന്തം കുത്തുക, അരിയൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുക. ഇന്നിപ്പോ നോക്കുമ്പോ നല്ലൊരു കൂലിയാണ് കിട്ടുന്നത് ഒരാൾ പണിയാണ്. അന്ന് ആകെ വന്നത് പിന്നെ 10 6 എനിക്കറിയാതൊക്കെ അമ്പലത്തിൽ പോയി മുദ്രസ്വരനെയൊക്കെ ഒരെണ്ണം കൊടുത്തിട്ട് 2 കൊടുത്തിട്ടൊക്കെ അരി മേടിച്ച് മുദ്രസ്വരന് ഞങ്ങൾ. അന്ന് അത് കഴിഞ്ഞ് 6 ആയി, പിന്നെ 10 ആയി മുദ്രസ്വരന്. പിന്നെ രാത്രി കണക്കാണല്ലോ അന്നത്തെ. പിന്നെ അന്ന് പിന്നെ ഇപ്പോൾ ആർക്കും ചക്ക വേണ്ട. അന്ന് ചക്ക ഒരുത്തൻ്റെ പറമ്പ് കൂടെ പോയാൽ പറിക്കാൻ സമ്മതിക്കല്ല. അവര് ഒച്ച കേൾക്കുമ്പോൾ അവർ കിഞ്ഞ് വരും, ആരുടെ പോകണമെന്ന് വെച്ചിട്ട്. ഇപ്പൊ നോക്കുമ്പോ ഒരുത്തൻ്റെ അടുത്ത് പോയി നമ്മൾ ചോദിച്ചാൽ
ശരിയല്ല ചക്ക. ഇന്നിപ്പോ ഉണ്ടല്ലോ ചക്ക മറ്റേ വീണു പോവാ. ഇപ്പൊ ഈ വഴിക്ക് കണ്ടില്ല നമ്മള് വരുന്ന വഴിക്ക്. അയ്യോ ചക്ക എൻ്റെ പറമ്പിൽ തന്നെ അനവധി ചക്ക പോയിട്ടുണ്ട്. ആർക്ക് വേണ്ടേ? ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അത്യാവശ്യം തിന്നി. പണ്ടത്തെ ഭക്ഷണത്തിന്റെ അയ്യോ ഞങ്ങൾക്ക് ഇപ്പോഴും ഞാനത് കളയുകയല്ല. എനിക്ക് ഈ കപ്പ തന്നെ ഞാൻ കളയുകയല്ല. നയിക്കാത്തവർക്ക് ഒരു വിലയും ഉണ്ടാവില്ലല്ലോ. അതാ അതിൻ്റെ മാറ്റം. ഞാൻ പറയാറുണ്ട് ഈ ചക്ക കഞ്ഞി ഒരു നേരാക്കുക, ചോറ്. ചക്ക ഉണ്ടല്ലോ ആ 10 മണിക്ക് ഉച്ചക്കൊക്കെ ഒരു ചെറിയൊരു കറി, ചമ്മന്തിയോ ഇതൊക്കെ ആക്കിയിട്ട് ചക്കയെ തിന്നണ്ടേ, അത് ശരീരത്തിൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും പിടിക്കുകയല്ല. ഇപ്പൊ ചിക്കനും ബ്രാൻഡി അതൊന്നും പിടിക്കുകയല്ല. ബീവറേജ് എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് പോകും. ഉണ്ടല്ലോ ഞങ്ങൾ പൈച്ചത്തമ്പുളി അറിയില്ലേ? പൈച്ചത്തമ്പുളി എന്ന് പറഞ്ഞൊരു പുളിയാണ്. അതാണ് പണ്ടത്തെ പുളി. ആ കാട്ടിൽ ഇരിക്കുന്നത് പച്ച നല്ല സാധനം. അത് അതിൻ്റെ നീരെടുത്തിട്ട് ഞങ്ങൾ കാന്താരി മുളകും കൂട്ടി ഒക്കെ ചൂടാക്കിയിട്ട് ഭക്ഷണത്തിന് കഴിക്കുന്നു. പുളിക്ക് പകരം അതാണ് പുളി. ഇപ്പല്ലേ ഈ കൊടുമ്പുളിയും ഒണ്ടമ്പുളിയും ഒക്കെ വന്നേ. അന്ന് അതൊന്നും കിട്ടുകയില്ല. കാട്ടിൽ നേര ഇതൊക്കെ വന്ന് ഞങ്ങള് ഒരു ആഹാരം. ഞങ്ങൾ പൊനത്തിൽ പണി കഴിഞ്ഞാൽ ഉടനെ പൊനത്തിൽ നിന്നല്ല ഞങ്ങൾ നമ്മളമ്മ കളക്കും. എന്നിട്ട് ഈ മാപ്പ് കൂട്ടും. മാപ്പ് കൂട്ടി മാപ്പ് തീ കൂട്ടും. തീ കൂട്ടി ഈ നേരെ കളച്ചോണ്ട് വന്നിട്ട് ചൂടും. ചൂട്ടിട്ട് ഞങ്ങൾക്കൊക്കെ തരും. അച്ഛന് അമ്മ ഞങ്ങളെല്ലാം കൂടി ഒരു തിരിഞ്ഞ് ഇപ്പോഴും നേരെ ആരും കളക്കാറില്ല. അങ്ങനെ നമ്മളെല്ലാം പോയെങ്കിൽ കളക്കാൻ പറയും. ആര് കളക്കാൻ? ഇപ്പോഴത്തെ ആൾക്കാർ കളക്കുന്നില്ല. മടിയാ. മാധവി ഒക്കെ അമ്മയൊന്നുമില്ല. ഞാൻ തന്നെ വളർത്തി കെട്ടിച്ചെല്ലാം വിട്ടതാ. ഭർത്താവ് മരിച്ചു, മക്കളില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ഭാര്യ മരിച്ചല്ലോ. പിന്നെ നമുക്ക് ചില വെള്ളം തരാൻ ആളെ. പിന്നെ അതിൻ്റെ പണിക്ക് ഈ പണിക്ക് വലിയ മുറിക്കത്തില്ല, പണിയെടുക്കും. നമ്മൾ പുറത്ത് കൂലി കൊടുക്കുന്നതിനും കഴിച്ച് ഭേദം ഞങ്ങൾ രണ്ടും തന്നെ എടുത്താൽ ഞങ്ങൾ ജീവിതം മുന്നോട്ട്. ഞങ്ങൾക്ക് പിന്നെ മടിയില്ല. അത് രണ്ടും ഒരുപോലെ ഏത് പണിയെടുക്കും. അവിടെ പണം ഉണ്ടായിരുന്നു. പണവും കപ്പയും. കപ്പ കൂടുതൽ ഈനം കാട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പുറം തല വരെ ഉണ്ടായിരുന്നു. അതങ്ങ് അപ്പുറം തല ഈ തല വരെ ഉണ്ടായിരുന്നു. രാത്രി ഉറക്കില്ല. പകല് ഇച്ചിരി കടന്നുറങ്ങുകയും കഞ്ഞിയും കുടിച്ചിട്ട് ഇച്ചിരി കിടക്കും. രാത്രി പുലർന്നെടുക്കും നടക്കണ്ടല്ലോ. പന്നിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ പന്നി ഇത്ര അടുത്ത് വരെ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു കൂട്ടത്തോടെ. പിന്നെ എതിര് കഴിഞ്ഞ് കൊന്നു കളിക്കത്. ഞങ്ങളതിനൊന്നും ഭയന്നിട്ടില്ല. നമ്മളതിനൊന്നും ഓടിച്ചു വിടുന്നല്ലാണ്ട്. പിന്നെ പകല് കുരങ്ങിന്റെ ശല്യ. അയ്യോ കപ്പ പറിച്ചിട്ട് ഇപ്പൊ തന്നെ ഞങ്ങള് കഷ്ടപ്പാടന്നെ. അയ്യോ കൃഷി വിളവെടുക്കണമെങ്കിൽ. അതെ. പിന്നെ ഈ മുള്ളന്റെ ഇപ്പൊ കൂടുതൽ മുള്ളന്റെ പണി തുടങ്ങി. ഈ മുള്ളൻ പന്നി അത് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. കൃഷിയെ തന്റെ ആത്മാവിനോട് ചേർത്ത് വെച്ച ഈ മനുഷ്യനോട് സംസാരിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ. പറഞ്ഞു തീരാത്ത ജീവിത കഥകളുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് അദ്ദേഹം നടന്നു പോകുമ്പോൾ ഞാൻ അറിയാതെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു കേട്ടോ. ഇത്രയും വലിയൊരു കർഷകനെ നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ.